കോപ്പിയടി വിവാദത്തിൽ കുടുങ്ങിയ 2 വിനീത് ശ്രീനിവാസൻ ചിത്രങ്ങൾ. എബി, വിമാനം. വിനീത് ശ്രീനിവാസനെ നായകനാക്കി സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ രചനയിൽ ശ്രീകാന്ത് മുരളി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് എബി. പൃഥ്വിരാജിനെ നായകനാക്കി നവാഗതനായ പ്രദീപ് നായർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വിമാനം. ബധിരനും മൂകനുമായ തൊടുപുഴ സ്വദേശി സജി തോമസ് വിമാനം ഉണ്ടാക്കി പറത്തിയതാണ് പൃഥ്വിരാജ് ചിത്രം വിമാനത്തിന്റെ പ്രമേയം. സജി തോമസിന്റെ കഥ സിനിമയാക്കാനുള്ള അനുവാദം പ്രദീപ് നായർ സജി തോമസിൽ നിന്ന് രേഖാമൂലം നേടിയിരുന്നു. വിനീത് ശ്രീനിവാസന്റെ എബിക്ക് തന്റെ ചിത്രം വിമാനത്തിന്റെ കഥയാണെന്ന് പറഞ്ഞ് പ്രദീപ് നായർ കോടതിയെ സമീപിച്ചിരുന്നു. ചിത്രത്തിൽ നിന്ന് പിന്മാറാൻ പ്രദീപ് നായർ എബിയുടെ അണിയറ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് സംഭവത്തിൽ ഫെഫ്ക ഇടപെട്ടിട്ടും പരിഹാരമാകാത്തതോടെയാണ് പ്രദീപ് നായർ കോടതിയെ സമീപിച്ചിരുന്നത്. ഇപ്പോൾ ഷൂട്ടിംഗ് പൂർത്തിയായ എബി റിലീസിന് തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രത്തിന് കോടതിയിൽ നിന്നും പ്രദർശനാനുമതി ലഭിച്ചത്. 100 Days of Love ഓർമ്മയുണ്ടോ ഈ മുഖം. ഏകദേശം ഒരേ സമയമായിരുന്നു ദുൽഖർ ചിത്രം 100 Days of Loveന്റെയും വിനീത് ശ്രീനിവാസൻ ചിത്രം ഓർമ്മയുണ്ടോ ഈ മുഖത്തിന്റെയും ഷൂട്ടിംഗ് തുടങ്ങുന്നത്. 2 ചിത്രങ്ങളും കണ്ടവർ ചിന്തിച്ചേക്കാം, ഒരു പ്രണയകഥ എന്നതിനപ്പുറം എന്ത് സാമ്യമാണ് ഇരു ചിത്രങ്ങളും തമ്മിലുള്ളതെന്ന്. എന്നാൽ ചിത്രം തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പായിരുന്നു കോപ്പിയടി കഥയുടെ തുടക്കം. ചിത്രീകരണം തുടങ്ങി കുറച്ചു ദിവസങ്ങൾ പിന്നിട്ടപ്പോഴായിരുന്നു 100 Days of Loveന് തങ്ങളുടെ ചിത്രത്തിന്റെ കഥയുമായി സാമ്യമുണ്ടെന്ന് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകർ അറിയുന്നത്. പിന്നെ ഒട്ടും വൈകിയില്ല, ഓർമ്മയുണ്ടോ ഈ മുഖം പെട്ടെന്ന് പൂർത്തിയാകുകയും തിയേറ്ററിൽ എത്തിക്കുകയും ചെയ്തു. പിന്നീടായിരുന്നു സിനിമയ്ക്ക് പുറത്തെ കഥയിലെ ട്വിസ്റ്റ്. 2 ചിത്രങ്ങളുടെയും പ്രമേയത്തിലെ സാമ്യം 100 Days of Love ടീം അറിയുമ്പോൾ ചിത്രത്തിന്റെ 80% ഷൂട്ടിങ്ങും കഴിഞ്ഞിരുന്നു. സംവിധായകൻ കമലിന്റെ മകൻ നവാഗതനായ ജനുസ് മുഹമ്മദ് ആയിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ. ഇതോടെ 80% ഷൂട്ടിംഗ് പൂർത്തീകരിച്ച ചിത്രത്തിന്റെ കഥ തിരുത്തിയെഴുതി ചിത്രം വീണ്ടും റീഷൂട്ട് ചെയ്യുകയും ഇതുമൂലം നിർമ്മാതാവ് KV വിജയകുമാറിന് കോടികളുടെ നഷ്ടം ഉണ്ടായതായും പറയപ്പെടുന്നു. ചില മാധ്യമങ്ങളായിരുന്നു ഇത്തരത്തിൽ അന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. സിനിമാ മേഖലയിൽ ഇത് ചർച്ചയാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെയും ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അന്ന് ഈ വാർത്തയോട് പ്രതികരിച്ചതുമില്ല. എന്താണെങ്കിലും തിയേറ്ററിലെത്തിയ 100 Days of Love മികച്ച വിജയമായിരുന്നു സ്വന്തമാക്കിയത്. അൻവർ സാദിഖ് സംവിധാനം ചെയ്ത ഓർമ്മയുണ്ടോ ഈ മുഖം നിർമ്മിച്ചത് ജെയ്സൺ ഇളംകുളം ആയിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.